ആ ആഘോഷത്തിന് ഇതാ തുടക്കമായിരിക്കുകയാണ്. നമുക്കൊപ്പം ദാ തിരുവനന്തപുരം മൊത്തമുണ്ട്. അനന്തപുരം ഇവിടെയല്ലേ? അനന്തപുരം കേട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് ഓടി വന്നതാണ്. മോളുടെ പേരെന്താ? ഭവ്യശ്രീ. ഭവ്യശ്രീ ഏത് ക്ലാസ്സിലാണ്? 6th. മത്സരിക്കുന്നുണ്ടോ? ഇല്ല. കാണാൻ വന്നാണ്. എങ്ങനെയുണ്ട് കലോത്സവം? ചേച്ചി മത്സരിക്കുന്നുണ്ട്. അപ്പോ മോളെ നമുക്ക് കലോത്സവത്തിന്റെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അമ്മ അവിടെ നിന്ന് നമ്മൾ സംസാരിക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ട്. ഇതുപോലെ കലോത്സവം കാണാൻ വരുന്നവരുണ്ട്, കലോത്സവം കാണാൻ പറ്റാതെ വീട്ടിലിരുന്നു കൊണ്ട് ടി വിയിൽ കാണുന്നവരുണ്ട്. എല്ലാവർക്കുമായി നമ്മൾ റോറോ എവിടെ? റോറോ റോഷിബാൽ ആൻഡ് റോഷ്നി റോറോ പവലിയൻ നമ്മൾ തുടങ്ങുമല്ലേ? തുടങ്ങാം. ഒരുപാട് കലാകാരന്മാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതും വ്യത്യസ്തമായ കലാപ്രകടനങ്ങളുണ്ട്. നമ്മളെ ഈ ഒപ്പനയിലും ഈ ചെണ്ടയിലും തീരുന്നതല്ല കലാമാമാങ്കം എന്നൊക്കെ പറയുന്നത്. തുടക്കം മാത്രമാണ്. അപ്പൊ നിങ്ങൾ പൊളിച്ച മക്കളെ, തുടക്കം കലക്കിയെങ്കിൽ ഇനി അങ്ങോട്ട് ഒടുക്കം വരെ നമ്മൾ ഇതേ വൈബിൽ പൊളിയായിട്ട് പോവില്ലേ? ഉറപ്പായിട്ടും പോവും. പക്ഷെ അവർക്കൊരു പരാതി ഉണ്ടാവും. അവരുടെ ശരിക്കും ഒപ്പന ഒരു 30 സെക്കൻഡ് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? അത് നമുക്ക് ഇവിടെയുള്ള ആളെയൊക്കെ ഒന്ന് പ്രസാദ് മാറ്റിക്കോ. സ്റ്റേജ് സെറ്റാക്കി നമ്മൾ ആ ഒപ്പനയിലേക്ക് പോകും. അതിനു മുൻപ് നമ്മുടെ റഹീസ് റഷീദ് ശരിക്കും ഭയങ്കര പോരാട്ടമാണ്. കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരും തമ്മിൽ ഗംഭീര പോരാട്ടമാണ്. നിലവിൽ കണ്ണൂർ ജില്ലയാണ് 1ാം സ്ഥാനത്ത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം കപ്പടിച്ചവർ ഇത്തവണയും കപ്പ് നിലനിർത്താനുള്ള ഒരു പോരാട്ടം. റഷീദ് ജില്ല 3ാം സ്ഥാനത്തുണ്ട്. പാലക്കാട്. ഞങ്ങൾക്ക് ഇങ്ങനെ വിഷമമാണ് സുജിയ. പക്ഷെ ഒരിക്കൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, എന്നാലും ഇനിയും ഞങ്ങൾ എടുക്കും. അതെ, ഇത്തവണയും ഈ അംഗത്തിന് ഞങ്ങളുണ്ട്, ഈ അംഗത്തിന് ബാല്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. ടി വി പ്രസാദ് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നു. നമ്മുടെ നമ്മുടെ ദിലീപ് ദേവസ്യയാണ് അവിടെ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. റെഡിയാണ്. അപ്പൊ റെഡിയാണ്. ഞാനൊന്ന് റഹീസിലേക്ക് പോയിട്ട് നിങ്ങളിലേക്ക് വരാം. റഹീസ്